ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണലിപികളാൽ കുറിക്കപ്പെട്ടിട്ടുള്ള പേരുകളിലൊന്നാണ് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയുടേത്. അതിനുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ICCയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഇപ്പോഴിതാ ധോണിയെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ എലൈറ്റ് ക്ലബിലേക്ക് വന്ന 11ാമത്തെ മാത്രം ഇന്ത്യൻ താരം കൂടിയാണ് അദ്ദേഹം. ഏറ്റവും പുതിയതായി ഹാൾ ഓഫ് ഫെയിമിലേക്ക് ICC തെരഞ്ഞെടുത്തിട്ടുള്ള 7 കളിക്കാരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സാന്നിധ്യം കൂടിയാണ് ധോണി. ICCയുടെ 3 വ്യത്യസ്ത ട്രോഫികൾ സ്വന്തമാക്കിയ ലോകത്തിലെ ഒരേയൊരു ക്യാപ്റ്റൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിൽ ഭദ്രമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചാവുകയെന്നത് ഇപ്പോഴും ധോണിക്കും അസാധ്യം തന്നെയാണ്. ഇതിന്റെ കാരണമെന്താണെന്ന് നോക്കാം. 2020-ലായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും MS ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ അവസാനമായി ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ടതാവട്ടെ 2019-ൽ ഇംഗ്ലണ്ട് വേദിയായ ICCയുടെ ഏകദിന ലോകകപ്പിലുമായിരുന്നു. അന്ന് വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീം സെമി ഫൈനലിൽ ന്യൂസിലൻഡിനോട് തോറ്റു പുറത്താവുകയായിരുന്നു. ഇന്ത്യ പൊരുതിവീണ സെമി ഫൈനലിൽ ധോണി റണ്ണൌട്ടായാണ് ക്രീസ് വിട്ടത്. ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ്. ലോകകപ്പിനു ശേഷം ക്രിക്കറ്റിൽ നിന്നും അനിശ്ചിതമായി ബ്രേക്കെടുത്ത ധോണി അടുത്ത വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിക്കുകയായിരുന്നു. വിരമിച്ച 5 വർഷങ്ങൾക്ക് ശേഷം ICCയുടെ ഹാൾ ഓഫ് ഫെയിമിലും ധോണി ഇപ്പോൾ ഇടം നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി വരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കില്ല. ഈ 43-ാം വയസ്സിലും IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളി തുടരുകയാണെന്നതാണ് ഇതിന് കാരണം. സമാപിച്ച IPLലും ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ധോണിയെ കണ്ടിരുന്നു. പരിക്കു കാരണം സീസണിന്റെ പകുതിയോടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് IPLൽ നിന്നും പിന്മാറിയപ്പോൾ ശേഷിച്ച മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതും അദ്ദേഹമാണ്. ഈ സീസണിലെ അവസാന മത്സരശേഷം ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അതുണ്ടായില്ല. 2026-ലെ അടുത്ത എഡിഷനിൽ താൻ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്തേക്കാമെന്നായിരുന്നു ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിനു ധോണിയുടെ മറുപടി. പൂർണ്ണ ഫിറ്റാണെങ്കിൽ അടുത്ത സീസണിലും തന്നെ കണ്ടേക്കുമെന്ന സൂചന കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിരിക്കുന്നത്. CSKയ്ക്കു വേണ്ടി IPLൽ കളിക്കുന്നിടത്തോളം കാലം ധോണിക്ക് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല. പൂർണ്ണമായി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ദേശീയ ടീമിന്റെ സ്ഥിരം കോച്ചിംഗ് സംഘത്തിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദേശീയ ടീമിന്റെ ഉപദേശകനായി താൽക്കാലിക റോൾ ഏറ്റെടുക്കാൻ ധോണിക്ക് ഇപ്പോഴും യോഗ്യതയുണ്ട്. നേരത്തെ അദ്ദേഹത്തെ ഈ റോളിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. വിരാട് കോഹ്ലി ക്യാപ്റ്റനും രവി ശാസ്ത്രി മുഖ്യ കോച്ചുമായിരിക്കെ 2021-ൽ UAEയിൽ നടന്ന ICC T20 ലോകകപ്പിലാണ് ധോണി ടീമിന്റെ ഉപദേഷ്ടാവായി എത്തിയത്. പക്ഷേ BCCIയുടെ ഈ പരീക്ഷണം ദുരന്തമാവുകയും ചെയ്തു. ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം ഗ്രൂപ്പുഘട്ടത്തിൽ തന്നെ നാണം കെട്ട് പുറത്താവുകയായിരുന്നു.